ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ശനി ദോഷത്തിൽ നിന്ന് മുക്തരാകുന്ന ഒരു 7 രാശികളിൽ ഉൾപ്പെട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിട്ടാണ്. ഇപ്പോൾ 7.5 ശനി, അതുപോലെ തന്നെ കണ്ടകശനി, അഷ്ടമശനി, ഈ ശനി ദോഷങ്ങളിൽ കൂടെ കടന്നു പോകുന്ന രാശിക്കാരെ പറ്റിയാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അനുഭവിച്ചു വന്നിരുന്ന ശനി ദോഷങ്ങളിൽ നിന്ന് മുക്തരാവുകയാണ്. 2026 മാർച്ച് മാസം 7-ാം തീയതി ശനിയുടെ ബലം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും. ശനി സൂര്യനുമായി ഏറ്റവും അടുത്ത് സഞ്ചരിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ആ ഒരു സമയത്ത് ശനിയുടെ ശക്തി പൂർണ്ണമായി നഷ്ടപ്പെടുകയും ഇപ്പോൾ ശനി ദോഷം അനുഭവിക്കുന്ന രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരു നല്ല മാറ്റങ്ങൾ, വലിയ മാറ്റങ്ങൾ, ശുഭകരമായിട്ടുള്ള നല്ല ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയമാണ്. ശനി എന്ന് പറയുന്നത് തന്നെ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും പാപനായ ഗ്രഹമാണ്. ആ ശനിദോഷം ബാധിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് മാർച്ച് 7 മുതൽ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ഇത്രയും നാൾ അനുഭവിച്ചു വന്നിരുന്ന കഷ്ടനഷ്ടങ്ങളൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറുകയും ചെയ്യും. ഈ സമയം നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ നോക്കി ജാതകവശാൽ ഒരു നല്ല ദശാകാലഘട്ടമാണോ നടക്കുന്നതെന്ന് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. പലരും യൂട്യൂബിലും മറ്റും പല രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. 2026 മാർച്ച് മാസം 7-ാം തീയതി ശനിയുടെ ആ ബലം നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നു ചേരുമ്പോൾ മുതൽ തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങും. എത്ര നാളത്തേക്കാണ് ഈ ഒരു മാറ്റമെന്ന് നോക്കിയാൽ 2026 മാർച്ച് മാസം 7-ാം തീയതി മുതൽ ഏപ്രിൽ മാസം 13-ാം തീയതി വരെ ഒരു 35 ദിവസമാണ് ഈ ഒരു മാറ്റം സംഭവിക്കുക. നിങ്ങൾ പലരും കരുതും ഈ 35 ദിവസങ്ങൾ കൊണ്ട് എന്താണ് ഒരു മാറ്റങ്ങൾ സംഭവിക്കുക എന്നുള്ളത്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മ ലഭിക്കണമെങ്കിലും അതുപോലെ ഒരു ദോഷഫലം സംഭവിക്കണമെങ്കിലും ഒരുപാട് വർഷത്തിൻ്റെയോ നാളിൻ്റെയോ കാത്തിരിപ്പിൻ്റെ ആവശ്യമില്ല. നിങ്ങളെ സംബന്ധിച്ച് ഈ 35 ദിവസത്തിനുള്ളിൽ തന്നെ ജീവിതത്തിൽ പല തരത്തിലുള്ള മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ, നന്മകൾ വന്നു ചേരുകയും ഈ കഷ്ടനഷ്ടങ്ങളൊക്കെ ഒന്ന് വിട്ടുമാറി ജീവിതത്തിൽ നല്ല രീതിയിൽ ഈ ശനി ദോഷങ്ങളിൽ നിന്ന് മുക്തരായി മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു ഈശ്വരാനുഗ്രഹം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഇത് ഒരു വലിയൊരു ആശ്വാസമാണ്. ശനി ദോഷത്തിൽ നിന്ന് മുക്തരാകുന്ന സമയം. ആദ്യമായിട്ട് മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർക്ക് നിങ്ങൾക്കിപ്പോൾ 7.5 ശനി ആരംഭിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ശനി 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. മേടം രാശിക്കാരെ സംബന്ധിച്ച് പൊതുവെ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്താണ് എന്നുള്ളതാണ് ആദ്യമേ എടുത്തു പറയുന്നത്. മേടം രാശിക്കാരെ സംബന്ധിച്ച് അമിതമായിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. മനസ്സിനെ അലട്ടുന്ന, ആശയക്കുഴപ്പത്തിലാക്കുന്ന പലതരത്തിലുള്ള ജീവിത പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് സത്യം. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല. പലതരത്തിലുള്ള വിഷമതകൾ, ബുദ്ധിമുട്ടുകൾ, ആശയക്കുഴപ്പങ്ങളാണ് പ്രധാനമായിട്ടും. പലരെയും സംബന്ധിച്ച് അമിതമായിട്ടുള്ള ഒരു ക്ഷീണം അവരവരുടെ ശരീരത്തിന് അനുഭവപ്പെടുക, അതുപോലെ ഉറക്കമില്ലാത്ത ഒരവസ്ഥയും പലരെയും സംബന്ധിച്ച് ഇപ്പോൾ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ശരീരത്തിൻ്റെ ആ താഴെ പകുതിയിൽ നടുവ്, കാല്, കാൽപാദം, കാൽമുട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു വേദന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഒടിവുകളോ ചതവുകളോ ഇതൊക്കെ അനുഭവത്തിൽ വരാനുള്ള സാധ്യതയുള്ളൊരു കാലഘട്ടത്തിൽ കൂടെ ആ 7.5 ശനിയുടെ ആദ്യ പാദത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് പലരും. ഈ ഒരു കാലഘട്ടം നോക്കുമ്പോൾ മേടം രാശിക്കാരെ സംബന്ധിച്ച് എടുത്തു പറയത്തക്ക നന്മകളൊന്നും നമുക്ക് പറയുവാനായിട്ടില്ല. ഒരു ഏകാന്തത അനുഭവിക്കുന്നവർ ധാരാളമാണ്. അതുപോലെ വേണ്ടപ്പെട്ടവർ ഉപേക്ഷിച്ച് പോയ ഒരവസ്ഥ, അല്ലെങ്കിൽ ഒരു വേർപിരിവുകൾ, ഇതൊക്കെ ജീവിതത്തിൽ പലരും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ്. മറ്റുള്ളവർ, നമുക്ക് വേണ്ടപ്പെട്ടവർ എന്ന് കരുതിയ പലരും നമ്മളെ ഉപേക്ഷിച്ച് പോയ ഒരവസ്ഥയിലൊക്കെ എത്തിച്ചേർന്നവരെ ഒരു വേർപിരിയലുകൾ ഒക്കെ പലർക്കും ഈ ഒരു സമയത്ത് അനുഭവത്തിൽ ഉള്ളത് തന്നെയാണ്. അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന സാമ്പത്തിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ചിലവ് വർദ്ധിക്കുന്ന ഒരു അവസ്ഥ, കൈകളിലേക്ക് വരുന്ന പണം നമുക്ക് ലഭിക്കുന്നതിലും കൂടുതലായിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള പാഴ്ചിലവ് അനുഭവത്തിൽ വരിക, കടബാധ്യതകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അവരവർ ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മത്തിലൊക്കെ പലതരത്തിലുള്ള തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ,
ഒന്നിലും ഒരു സ്ഥിരതയില്ല എന്ന് പറയുന്നതാണ് സത്യം. പുതിയൊരു ജോലിക്ക് ഇറങ്ങിത്തിരിച്ചാൽ അല്ലെങ്കിൽ പുതിയൊരു തൊഴിലോ ബിസിനസ് സംരംഭങ്ങളോ അങ്ങനെ പുതുതായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ പരാജയങ്ങൾ, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരനുഭവം. യാത്രകൾ അനുഭവത്തിൽ വരുന്നുണ്ട്. പക്ഷേ യാത്രകൾ മൂലം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, ചിലവുകൾ, ഇതൊക്കെയാണ് ഈ ഒരു സമയത്ത് ഒരുപാട് അലച്ചിലുകൾ അനുഭവത്തിൽ വരുന്നു എന്ന് തന്നെ പറയാം. നമ്മൾ എത്ര പരിശ്രമിച്ചാലും അതിന് നമുക്കൊരു നല്ല ഒരു ഫലം ലഭിക്കാത്ത ഒരനുഭവം. ചെയ്യുന്ന തൊഴിലെന്താണോ അല്ലെങ്കിൽ അതിനൊത്ത നല്ല ഒരു ഫലം, ആ ഒരു നേട്ടങ്ങൾ വന്നു ചേരുന്നില്ല എന്നുള്ളതാണ് പരമമായ സത്യം. മാതാപിതാക്കളുമായിട്ട് ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും മേടം രാശിയിൽപ്പെട്ട പല വ്യക്തികൾക്കും ഈ ഒരു സമയത്ത് അനുഭവത്തിലുണ്ട്. സ്വന്തം ബന്ധുക്കളുമായിട്ടും ആ ബന്ധുജനങ്ങളുമായിട്ടും ഒക്കെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, വാക്കുതർക്കങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിവാഹ, ദാമ്പത്യ, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ധാരാളമാണ്. അപ്രതീക്ഷിതമായി നേരിടുന്ന ചില അപമാനങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ഈ ഒരു സമയത്ത് പലർക്കും അനുഭവത്തിൽ വരാം. ഇത്രയും കാര്യങ്ങൾ എടുത്തു പറയുന്നത് മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർ 7.5 ശനിയുടെ ആദ്യ പാദത്തിൽ കൂടെ കടന്നു പോകുന്നവരാണ്. ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് പലരും അനുഭവിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും ഒരു മാറ്റമാണ് നിങ്ങൾക്ക് മാർച്ച് മാസം 7-ാം തീയതി മുതൽ അനുഭവത്തിൽ വരുന്നത്. ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ലൊരു മുന്നേറ്റത്തിൻ്റെ, ഒരു നന്മയുടെ ഒരു സമയം ആരംഭിക്കുകയുമാണ്. ആ ശനി ദോഷങ്ങളിൽ നിന്ന് മുക്തരായി നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിനൊക്കെ ഈശ്വരൻ നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം നൽകും. നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഒരു ജീവിത വിജയമുണ്ടാകും. ഈ ഒരു കുറച്ച് നാളുകൾ കൊണ്ട്, ഒരു 35 ദിവസത്തെ കാലയളവ് കൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും എന്തൊക്കെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളെയാണ് അഭിമുഖീകരിക്കുന്നത്, അതിലൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വന്നു ചേരും. അത് മാനസികവും ശാരീരികവും സാമ്പത്തികവും ദാമ്പത്യപരവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ മാറ്റങ്ങൾ കാണുവാനും സാധിക്കും. ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം പറഞ്ഞ പ്രകാരം നിങ്ങളുടെ ഓരോരുത്തരുടെയും ആ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകൂ. വളരെ ഉത്തമമാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനരാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും നിങ്ങൾക്ക് ഒരു സമയമാറ്റം ഉണ്ടാകുവാൻ പോവുകയാണ്. ഈ ഒരു ശനി ബലം നഷ്ടപ്പെടുന്ന ആ ഒരു കാലഘട്ടം മാർച്ച് മാസം 7-ാം തീയതി മുതൽ ഇപ്പോൾ കണ്ടകശനി, പ്രത്യേകിച്ചും 10-ാം ഭാവമായ കർമ്മസ്ഥാനത്ത് ശനി ദോഷം നൽകുന്ന അവസ്ഥയിലാണുള്ളത്. കർമ്മസംബന്ധമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് മിഥുനരാശിക്കാർ. ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പൂർണ്ണമായി വിട്ടുമാറി മാർച്ച് 7-ാം തീയതി മുതൽ മുന്നോട്ടുള്ള സമയം പലർക്കും ആഗ്രഹിച്ച ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. അതുപോലെ പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങളൊക്കെ ആരംഭിക്കുവാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് തൊഴിലിലൊക്കെ ഒരു നല്ല നേട്ടം, മാറ്റങ്ങൾ ഉണ്ടാവുക. പാർട്ട്ണർഷിപ്പിൽ പുതിയ ബിസിനസ് ആരംഭിക്കുക. കഴിഞ്ഞ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു ജോലി ലഭിക്കുന്ന ഒരവസ്ഥ വന്നു ചേരും. വിദേശ ജോലി ഭാഗ്യം ലഭിക്കും. അങ്ങനെ അവരുടെ കർമ്മം സംബന്ധിച്ചിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മിഥുനരാശിക്കാർക്ക് ഈ ഒരു സമയം വിട്ടുമാറും. അതുപോലെ തന്നെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് തന്നെ പറഞ്ഞ് പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഏത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും വേർപിരിഞ്ഞ് കഴിയുന്ന ദമ്പതികൾക്ക്, ഭാര്യാഭർത്താക്കന്മാർക്ക് ഒന്നിച്ച് ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഈശ്വരാനുഗ്രഹം, നല്ല വഴികൾ വന്നു ചേരും. ജീവിത പങ്കാളി മുഖാന്തരം അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ ഈ ഒരു സമയത്ത് മിഥുനരാശിക്കാർക്ക് ലഭിക്കുന്നതാണ്. വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സം, കാലതാമസങ്ങൾ വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള അനുയോജ്യമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം. പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന മിഥുനരാശിയിൽപ്പെട്ട വ്യക്തികൾക്കും നല്ലൊരു മംഗല്യഭാഗ്യം, ഒരു പുനർവിവാഹ യോഗവും ഈ ഒരു സമയത്ത് വന്നു ചേരുകയും ചെയ്യും. നിങ്ങളെ സംബന്ധിച്ച് പ്രധാനമായിട്ടും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങളും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണെങ്കിലും മറ്റ് പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഒക്കെ ആണെങ്കിലും, ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലും ഒക്കെ അതിലൊക്കെ ഈശ്വരൻ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം നൽകുന്ന സമയമാണ്. ഈ കുറഞ്ഞ കാലയളവാണെങ്കിൽ പോലും ഈ കാലയളവിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ മിഥുനരാശിയിൽപ്പെട്ട മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്ക് വന്നു ചേരും. ആ ശനിയുടെ ദോഷം അത്രമേൽ വിട്ടുമാറുന്നതോടുകൂടി നിങ്ങളുടെ കർമ്മ മേഖല നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും അതുമൂലം നിങ്ങളിലേക്കൊരു ധനവരവ് വന്നു ചേരുക, സാമ്പത്തിക പ്രയാസങ്ങൾ വിട്ടുമാറുക, അവരവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സമയം.
വിദേശത്തൊക്കെ ഒരു ജോലിക്ക് ശ്രമിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആ വിദേശ ജോലിക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറി വിദേശ ജോലി ലഭിക്കും. വിദേശത്ത് അന്യരാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികൾക്കും സമയം അനുകൂലമാണ്. കർമ്മരംഗത്ത് നല്ല മാറ്റങ്ങളുണ്ടാകും. ഒരു സ്ഥലത്ത് നിന്ന്, ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കോ മറ്റൊരു സ്ഥാപനത്തിലേക്കോ ഒക്കെ ഒരു ജോലി മാറ്റത്തിന് ശ്രമിക്കുന്നവരുണ്ടെങ്കിലും മാർച്ച് മാസം 7-ാം തീയതി മുതൽ ആ കർമ്മസംബന്ധമായ പുരോഗതി വന്നു ചേരും. നേട്ടങ്ങൾ, മാറ്റങ്ങൾ മിഥുനരാശിയിൽപ്പെട്ട ഓരോ സ്ത്രീ പുരുഷന്മാർക്കും അനുഭവത്തിൽ വരികയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ ഈയൊരു ശനിയുടെ സ്ഥിതി അവരുടെ കർമ്മ മേഖലയിലും ദാമ്പത്യ കുടുംബജീവിതത്തിൽ, വിവാഹ കാര്യങ്ങളിൽ, ജീവിത പങ്കാളിയിൽ നിന്ന് ലഭിക്കുന്ന നേട്ടങ്ങളിലൊക്കെ ശക്തമായിട്ട് പ്രതിഫലിക്കും. കൂടുതൽ കാര്യങ്ങൾ അവരവരുടെ ജീവിതത്തെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വന്തം ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകൂ. ഉത്തമമാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അഷ്ടമശനി ദോഷത്തിൽ കൂടെ കടന്നു പോകുന്നവരാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നോക്കുമ്പോൾ ചിങ്ങം രാശിയിൽപ്പെട്ട പലർക്കും ഒരിക്കലും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികളാണ് അനുഭവത്തിൽ വന്നിട്ടുള്ളത്. അത് ഓരോ വ്യക്തികൾക്കും പലതരത്തിലായിരിക്കും എന്നുള്ളത് മാത്രം. ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുണ്ടായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി, ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രി വാസങ്ങൾ, ശരീരത്തിൽ കത്തിവെക്കേണ്ടതായ സർജറി പോലെയുള്ള കാര്യങ്ങൾ അനുഭവത്തിൽ വന്നിട്ടുള്ളവരുണ്ട്. അതുപോലെ വണ്ടി വാഹനങ്ങളിൽ നിന്നുള്ള അപകടങ്ങളോ മറ്റു കാര്യങ്ങളോ, ചെയ്തുകൊണ്ടിരുന്ന ജോലി അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ടു പോയ ഒരനുഭവം, അല്ലെങ്കിൽ പ്രതീക്ഷിച്ച ഒരു സ്ഥാനത്തേക്കുള്ള ഒരു ഉയർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ. ഇങ്ങനെ ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ച് അഷ്ടമ ശനി ദോഷം വളരെ ശക്തമായിട്ട് ബാധിച്ചവരാണ്. അത് സാമ്പത്തികവും ശാരീരികവും ഒക്കെ മാനസികവും ഒക്കെ ആയിട്ട് കർമ്മരംഗത്തും ഒക്കെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. അതുപോലെ തന്നെ ചില വ്യക്തികളെ സംബന്ധിച്ച് അനാവശ്യമായിട്ടുള്ള നിയമപ്രശ്നത്തിൽ പെട്ടവർ ധാരാളമാണ്. നിയമപരമായിട്ടുള്ള പോലീസ്, കോടതി കേസ് വ്യവഹാരങ്ങളിലൊക്കെ ഉൾപ്പെട്ടവർ. അത് ചിലരെ സംബന്ധിച്ച് ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ, മറ്റു ചിലർക്ക് ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളോ പണം സംബന്ധിച്ച കാര്യങ്ങളോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലാണ് ഇതൊക്കെ അനുഭവത്തിൽ വന്നിട്ടുള്ളത് എന്നാണ്. തീർത്തും നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ചിങ്ങം രാശിയിൽപ്പെട്ട പല വ്യക്തികൾക്കും അപ്രതീക്ഷിതമായ ജീവിതത്തിൽ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരനുഭവങ്ങൾ. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് ശനിയുടെ ഈ ഒരു സ്ഥിതി, ശനിയുടെ ബലം നഷ്ടപ്പെടുന്ന ഈ ഒരു അവസ്ഥ, ഈ ഒരു കാലഘട്ടങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിലൊരു നല്ല മാറ്റം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. നിങ്ങൾ ഓരോരുത്തരും ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൂടെ കടന്നു പോകുന്നവരായിരിക്കും. അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളാണ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നു ചേരുക. അത് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അതിലൊരു നല്ല മാറ്റം, ഒരു മുന്നേറ്റം ലഭിച്ച് ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം വീണ്ടും കിട്ടും. കർമ്മസംബന്ധമായി പരാജയങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആ കർമ്മരംഗത്ത് അതിൻ്റേതായിട്ടുള്ള മാറ്റമുണ്ടാകും. അതുപോലെ നിയമപരമായ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു മാറ്റമുണ്ടാകും. അപ്രതീക്ഷിതമായിട്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിട്ടുള്ള പല ബുദ്ധിമുട്ടുകളിൽ നിന്നും ഈ ഒരു കാലഘട്ടങ്ങളിൽ മാറ്റമുണ്ടാകും. കർമ്മസംബന്ധമായ നേട്ടങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള ഒരു മുന്നേറ്റവും ഈ കാലഘട്ടങ്ങളിൽ ലഭിക്കും. പ്രത്യേകിച്ചും ശനിയുടെ ഈ ഒരു സ്ഥിതി നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന ചിങ്ങം രാശിയിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും അതിൽ നിന്നൊക്കെ മുക്തമായി, മുക്തി നേടി ഒരു ജീവിത മുന്നേറ്റത്തിന് വഴിതെളിയും. പുതിയ അവസരങ്ങൾ ഈ സമയത്ത് വന്നു ചേരുകയും നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒരു പിടിവള്ളി എന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ കൈപിടിച്ചുയർത്താൻ തക്ക തരത്തിലുള്ള ഒരു ഈശ്വരാനുഗ്രഹം മാർഗം ഈ ഒരു അഷ്ടമശനി ദോഷത്തിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ മുക്തരാവുകയും ജീവിതത്തിലൊരു മുന്നേറ്റം ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു സമയത്തിന് ശേഷം പിന്നീട് ഉടനെ തന്നെ ഒരു ജൂലൈ മാസത്തോടു കൂടി ശനി വീണ്ടും വക്രഗതിയിലേക്ക് സഞ്ചരിക്കുന്ന കാലഘട്ടം ആരംഭിക്കുമ്പോൾ അപ്പോഴും നിങ്ങൾക്ക് ഈ നല്ല നേട്ടങ്ങളും ഗുണഫലങ്ങളും ഒക്കെ ലഭിക്കും. ശനിയുടെ അഷ്ടമശനി ദോഷം ആ സമയത്തും വിട്ടുമാറി നിൽക്കും. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം വളരെ വളരെ ഉത്തമമാണ്. അതിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ, ഇപ്പോൾ നടക്കുന്ന ദശയും മുന്നോട്ടുള്ള ജീവിതവും ഭാവിയെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് അവരവരുടെ ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിയിൽ വരുന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകർക്ക് സമയം അനുകൂലമാണ്. നിങ്ങൾക്ക് കണ്ടകശനി കാലഘട്ടമാണ്. ശനി 7-ാം ഭാവമായ കളത്രഭാവത്തിൽ കണ്ടകനായിട്ട് ദോഷം നൽകുന്ന സമയമാണ്.
അപ്പോൾ പൊതുവെ ഈ ഒരു കാലഘട്ടത്തിൽ 7-ാം ഭാവം കളത്രസ്ഥാനമായതുകൊണ്ട് പലർക്കും ദാമ്പത്യ കുടുംബജീവിതത്തിൽ അപ്രതീക്ഷിതമായ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ അനുഭവത്തിൽ വരാം. ദാമ്പത്യ കുടുംബജീവിതത്തിൽ അനാവശ്യ സംസാരങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതുപോലെ ചിലരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള വേർപിരിവുകൾ, താൽക്കാലികമായിട്ട് ഭാര്യാഭർത്താക്കന്മാർ രണ്ടുപേരും രണ്ടിടത്തായിട്ട് കഴിയേണ്ട ഒരവസ്ഥ, അതുപോലെ വിവാഹ കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ. നമ്മളൊരു വിവാഹത്തിന് ഇറങ്ങിത്തിരിച്ചാലും അവസാന നിമിഷം എന്തെങ്കിലും കാര്യകാരണങ്ങൾ കൊണ്ട് ആ വിവാഹം വിട്ടുമാറിപ്പോകുന്ന ഒരനുഭവം പലർക്കും ഈ ഒരു സമയത്ത് ഉണ്ടാകാം. ഈശ്വരാനുഗ്രഹം വളരെ കുറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യവും. അതുപോലെ ചിലരെ സംബന്ധിച്ച് അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും ശത്രുതകളോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒക്കെ മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലൊക്കെ അനാവശ്യമായിട്ടുള്ള എതിർപ്പുകൾ, ശത്രുതകളൊക്കെ പലർക്കും പലതരത്തിൽ അനുഭവത്തിൽ വരാം. അതുപോലെ സാമ്പത്തികപരമായിട്ടും ചിലർക്ക് അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു കണ്ടകശനി കാലഘട്ടം. തീരെ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഉള്ള പല ബുദ്ധിമുട്ടുകളും പലർക്കും അനുഭവത്തിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു നല്ല മാറ്റമുണ്ടാകും. ഇപ്പോൾ ദാമ്പത്യ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു നല്ല മാറ്റം ലഭിക്കും. വിവാഹത്തിൻ്റെ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന കാലതാമസങ്ങൾ, തടസ്സങ്ങളൊക്കെ വിട്ടുമാറി നല്ലൊരു വിവാഹം നടക്കുന്ന ഒരു സമയമാണ്. പുനർവിവാഹത്തിന് ആഗ്രഹിക്കുന്നവർക്കും നല്ല യോഗമുള്ള ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. അതുപോലെ തന്നെ ദമ്പതികൾ ജോലി സംബന്ധമായിട്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും വിവാഹം കഴിഞ്ഞിട്ടും ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കാതെ അകന്നു കഴിയുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം രണ്ടുപേർക്കും ഒരേ ഇടത്ത് ജോലി ചെയ്ത് മുന്നോട്ട് ജീവിച്ചു പോകുവാനുള്ളൊരു ഈശ്വര അനുഗ്രഹം ലഭിക്കുന്ന സമയമാണ്. ജീവിത പങ്കാളി മുഖാന്തരം അപ്രതീക്ഷിതമായിട്ടുള്ള ചില നന്മകൾ, നേട്ടങ്ങൾ ഈ കാലഘട്ടത്തിൽ കന്നിരാശിക്കാർക്ക് വന്നു ചേരുകയും ചെയ്യും. നിങ്ങളെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. അതുപോലെ സുഹൃത്തുക്കൾ, കഴിഞ്ഞ കാലഘട്ടങ്ങൾ കന്നിരാശിക്കാരെ പറ്റി നോക്കുമ്പോൾ വളരെ അടുത്ത സുഹൃത്തുക്കൾ പോലും ശത്രുക്കളായി മാറിയൊരനുഭവം. അത് സുഹൃത്തുക്കളോ സ്വന്തം ബന്ധങ്ങളിൽപ്പെട്ട ബന്ധുജനങ്ങളോ ഒക്കെ വളരെ നല്ല രീതിയിൽ പെരുമാറിയിരുന്നവർ പോലും പെട്ടെന്നൊരു ശത്രുതാ മനോഭാവത്തോടു കൂടി പെരുമാറുന്ന അവസ്ഥ, ശത്രുക്കളായി മാറുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വിട്ടുമാറും. എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടായിരുന്നൊരു കാലതാമസം, തടസ്സങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഈ കാലഘട്ടത്തിൽ വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ്. പ്രധാനമായിട്ടും ഈ ഒരു സമയത്ത് കന്നിരാശിയിൽപ്പെട്ടവർക്ക് ഇത്രയും നാളും ആ ശനി നൽകിയിരുന്ന ദോഷങ്ങൾ വിട്ടുമാറി അപ്രതീക്ഷിതമായ ചില നന്മകൾ, നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ ഒക്കെ വന്നു ചേരുക, സുഹൃത്തുക്കളിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കുക, സ്വന്തം ബന്ധങ്ങളുമായിട്ട് കൂടിച്ചേരാനുള്ള അവസരം ലഭിക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ സംരംഭങ്ങൾ, തൊഴിൽ സംരംഭങ്ങളോ അല്ലെങ്കിൽ പുതിയ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിച്ചാൽ അതിലൊക്കെ പൂർണ്ണ വിജയം ലഭിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കന്നിരാശിയിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരുന്നതാണ്. മാർച്ച് മാസം 7-ാം തീയതി മുതൽ മുന്നോട്ടുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ആ ഒരു ഈശ്വര അനുഗ്രഹം അറിയുവാൻ സാധിക്കും. പലതരത്തിലുള്ള കാലതാമസങ്ങൾ, പ്രയാസങ്ങളൊക്കെ വിട്ടുമാറും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ച് പൂർത്തീകരിക്കാൻ കഴിയാതെ പകുതി വഴിയിൽ നിന്നു പോയിരുന്ന പല കാര്യങ്ങളും ഒന്ന് പുനരാരംഭിക്കുവാനുള്ള ഒരു അവസരവും ഈ ഒരു സമയത്ത് വന്നു ചേരും. പൊതുവെ ഈ ഒരു കണ്ടകശനി ദോഷത്തിൻ്റെ കാഠിന്യം ഈ ഒരു സമയത്ത് പൂർണ്ണമായിട്ട് വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഒരു ദാമ്പത്യ കുടുംബജീവിതത്തിലേക്ക് ഒരു സ്നേഹം, സമാധാനമൊക്കെ ഈ ഒരു സമയത്ത് ലഭിക്കുകയും ചെയ്യും. കൂടുതൽ അവരവരുടെ ജീവിതത്തെപ്പറ്റി വ്യക്തമായിട്ടും മുന്നോട്ടുള്ള ജീവിതം, ഭാവിയെപ്പറ്റി അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകും. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ധനുരാശിയിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സമയം മാറുകയാണ്. നിങ്ങൾക്ക് ശനി 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം. പലരും ഇതിനെ കണ്ടകശനി എന്ന് പറയുമെങ്കിലും 4-ാം ഭാവത്തുള്ള ശനിയുടെ സ്ഥിതി അർദ്ധാഷ്ടമ ശനിയാണ്. കണ്ടകശനിയുടെ പകുതി ദോഷം ലഭിക്കുന്ന ഒരു സമയം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാലഘട്ടം, ഈ കഴിഞ്ഞ ഒരു സമയം നോക്കുമ്പോഴാണെങ്കിലും സാമ്പത്തികപരമായിട്ടും മാനസികപരമായിട്ടും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ധനുരാശിയിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ച പല വ്യക്തികൾക്കും അനുഭവത്തിലുള്ളതാണ്. പ്രത്യേകിച്ചും അവരവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, മാനസികപരമായൊരു ബുദ്ധിമുട്ട്, മനസ്സമാധാനം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ,
മനസ്സമാധാനം ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങൾ മുഖാന്തരം ആ മനസ്സമാധാനം നഷ്ടപ്പെടുക, ഒന്നിലും ഒരു സ്ഥിരതയില്ലാത്ത അവസ്ഥ വരിക. അത് നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിലാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ജോലിയിലാണെങ്കിലും ഒന്നിലും ഒരു സ്ഥിരത ലഭിക്കാതിരിക്കുക. എന്തെങ്കിലും ഒരു നന്മ ലഭിച്ചാൽ തന്നെ നമ്മൾ പറയാറില്ലേ, വളരെ കുറച്ച് സമയത്തേക്ക് നിൽക്കുക, അതിനുശേഷം നഷ്ടപ്പെട്ടു പോവുക, പിന്നീട് വീണ്ടും ആദ്യം മുതൽ പരിശ്രമിച്ച് വരിക. അങ്ങനെ ഒരു സ്ഥിരതയില്ലാത്ത അനുഭവവും ശനി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. മാനസികപരമായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളും ആരോഗ്യപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും ധനരാശിയിൽപ്പെട്ട പലർക്കും ഈ ഒരു കാലഘട്ടത്തിൽ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. ഈ ഒരു സമയം പലർക്കും ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ട ഒരു അവസ്ഥയോ അതുമൂലം ഉണ്ടാകുന്ന മനോവിഷമങ്ങൾ ഒക്കെ ഈ ഒരു സമയത്ത് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ദാമ്പത്യ കുടുംബജീവിതത്തിലാണെങ്കിലും ശനിയുടെ സ്വാധീനം പലർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് മൂലം പൂരാടം നക്ഷത്രത്തിലൊക്കെ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് വേർപിരിഞ്ഞ് കഴിയേണ്ട അവസ്ഥ, വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്ന പല ബന്ധങ്ങളിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിച്ചാൽ തന്നെ ഒരുപാട് തടസ്സങ്ങൾ, കാലതാമസങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഈ ഒരു കഴിഞ്ഞ കാലഘട്ടത്തിൽ ധനുരാശിക്കാർക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ട്. മനസ്സിന് പൊതുവെ ഒരു സ്വസ്ഥത, സുഖം, സമാധാനമില്ല എന്ന് പറയുന്നതാണ് സത്യം. അതുപോലെ സഹോദരങ്ങളുമായിട്ട് ചിലർക്ക് ചില പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്ന് സഹോദരങ്ങളുമായിട്ടൊരല്പം വേർപിരിഞ്ഞ് നിൽക്കേണ്ട ഒരു അനുഭവവും പലർക്കും ഉള്ളതാണ്. ഈ ഒരു സമയം ധനുരാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ധനുരാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിലും പലർക്കും ഒരു പ്രയാസങ്ങൾ, മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ബുദ്ധിമുട്ട്, അതിനുവേണ്ടിയുള്ള ആശുപത്രി വാസങ്ങളൊക്കെ അനുഭവത്തിൽ വന്നവരുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചും അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുവാൻ പോവുകയാണ്. മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ നല്ല പുരോഗതി, മാറ്റം ലഭിക്കുകയും ധനുരാശിക്കാരെ സംബന്ധിച്ച് പ്രധാനമായിട്ടും നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മാനസിക വ്യതകളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറുന്ന സമയമാണ്. ഒരു മനസ്സമാധാനം വന്നു ചേരുക, ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ ആരോഗ്യം വീണ്ടും കിട്ടുക, സാമ്പത്തികമായിട്ടൊരു സ്ഥിരത ലഭിക്കുക, ദാമ്പത്യ കുടുംബജീവിതത്തിൽ സുഖം, സമാധാനം വന്നു ചേരുക, ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരും. ധനുരാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണോ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരു ഗൃഹനിർമ്മാണത്തിന് ഇറങ്ങി തിരിച്ച് പൂർത്തീകരിക്കാൻ കഴിയാതെ പകുതി വഴിയിൽ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ പകുതി വഴിയിൽ നിന്ന് പോയിട്ടുള്ളവർ, നിങ്ങൾക്ക് ആ ഒരു ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് ഈ കാലഘട്ടത്തിൽ പൂർത്തീകരിക്കുവാനും സാധിക്കും. നിങ്ങൾക്ക് ശനിയുടെ ഈ ഒരു സ്ഥിതി ഒരു നല്ല മാറ്റം, ഒരു നല്ല ഗുണഫലങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൽകും. ശനിയുടെ ഈ ഒരു മാറ്റം ധനുരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി അവരവരുടെ സ്വന്തം ജീവിതത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുള്ളവർ അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു നല്ല സമയം ആരംഭിക്കുകയാണ്. പൊതുവെ കുംഭം രാശിക്കാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഏഴരശനിയുടെ ദുരിതം അത്രമേൽ അനുഭവിച്ച വ്യക്തികളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി മാറ്റത്തിൻ്റെ കാലഘട്ടം ആരംഭിക്കുകയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലും ആ ഒരു സ്വാധീനം നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു മാറ്റമുണ്ടായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥിരത കൈവരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ആ ഒരു ഈശ്വരാനുഗ്രഹം ഉണ്ടാവുകയും അത് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങളുടെ കർമ്മം എന്താണോ ആ കർമ്മത്തിലുണ്ടായിരുന്ന എല്ലാ തടസ്സതകളും പൂർണ്ണമായി വിട്ടുമാറുകയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന ജോലി ലഭിക്കുക, ജോലിയിൽ കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥാനമാറ്റമോ പദവി മാറ്റമോ പദവി ഉയർച്ചയോ അതുപോലെ വിദേശ ജോലി ഭാഗ്യമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. സാമ്പത്തികപരമായി പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വന്നിരുന്ന കുംഭം രാശിക്കാരെ സംബന്ധിച്ച് അതിനും ഒരു മാറ്റമുണ്ടാകുവാൻ പോകുന്നു. നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ളൊരു ഉയർച്ച, നന്മകൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. സാമ്പത്തികപരമായൊരു സ്ഥിരത നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളിലേക്ക് വന്നു ചേരും. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ ഒരല്പം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം ശനി വിട്ടുമാറുന്ന ഈ ഒരു സമയത്ത് എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നൽകാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആരോഗ്യത്തിൽ ഒരല്പം ശ്രദ്ധിക്കുക. മറ്റ് എല്ലാ രീതിയിലും നിങ്ങൾക്ക് പ്രത്യേകിച്ചും
സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച, പുതിയ തുടക്കങ്ങൾ ഒക്കെ ലഭിക്കും. പലരെയും സംബന്ധിച്ച് സ്വന്തമായിട്ടൊരു ചെറുതാണെങ്കിൽ പോലും ഒരു പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങളൊക്കെ ആരംഭിക്കുവാനുള്ള ഒരു തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള സാഹചര്യം മുന്നോട്ട് വന്നു ചേരുക, പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുക, പലതരത്തിൽ ജീവിതത്തിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക, ആരോഗ്യപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറുന്ന സമയം, ഒരുപാട് നല്ല ശുഭകരമായിട്ടുള്ള ചിലവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. പലർക്കും ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്നൊരു വണ്ടി, വാഹനം സ്വന്തമാകുവാനുള്ള യോഗമുള്ള സമയം മുന്നോട്ട് ആരംഭിക്കുകയാണ്. അതുപോലെ പലർക്കും ഒരു ഭൂമി വാങ്ങുവാൻ സാധിക്കും, ഒരു ഗൃഹനിർമ്മാണം ആരംഭിക്കുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള ശുഭകരമായിട്ടുള്ള ചിലവുകൾ, വിദേശ ജോലി അത് അനുഭവത്തിൽ വരിക, ഒരുപാട് നാളുകളായി ആഗ്രഹിച്ചിരുന്ന പുണ്യക്ഷേത്രങ്ങളോ തീർത്ഥാടന കേന്ദ്രങ്ങളോ സ്ഥലങ്ങളോ ഒക്കെ സന്ദർശിക്കാനുള്ള ഭാഗ്യവും മുന്നോട്ടുള്ള സമയം ഈശ്വരൻ നിങ്ങൾക്ക് നൽകും. പൊതുവേ ഒരുപാട് നല്ല മാറ്റങ്ങൾ, നല്ല നേട്ടങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് ഓരോ കുംഭം രാശിയിൽപ്പെട്ട വ്യക്തികൾക്കും അനുഭവത്തിൽ വരുന്നതാണ്. സാമ്പത്തികപരമായിട്ടുള്ളൊരു മുന്നേറ്റം തീർച്ചയായിട്ടും ലഭിക്കും. ഒരു സ്ഥിരത, ഇത്രയും നാളും ഇല്ലാതിരുന്ന ആ ഒരു സ്ഥിരത നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. കൈകളിലേക്ക് വരുന്ന പണം, അനാവശ്യ പാഴ്ചിലവുകളൊക്കെ വിട്ടുമാറി ശുഭകരമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ സാധിക്കുക. കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള വിവാഹം പോലെയുള്ള മംഗളകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുക. അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവ്, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ കുംഭം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും ഈ സമയം അനുഭവത്തിൽ വരും. നിങ്ങളെ സംബന്ധിച്ച് ശനിയുടെ ഈ ഒരു സ്ഥിതി നിങ്ങളുടെ ജീവിതത്തിൽ ആ 7.5 ശനിയുടെ അവസാന കാലഘട്ടമായ പാദശനിയിൽ കൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് വലിയ തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ, ഒരു നന്മകൾ ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും അനുഭവത്തിൽ വരികയും ചെയ്യും. കൂടുതൽ അവരവരുടെ ജീവിതത്തെപ്പറ്റി അറിയാൻ ആഗ്രഹമുള്ളവർ നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. ശനിയുടെ ഈ ഒരു സ്ഥിതി നിങ്ങളുടെ ആരോഗ്യം, നിങ്ങൾ ചെയ്യുന്ന ജോലി, സാമ്പത്തികം, ദാമ്പത്യം എന്നുള്ള എല്ലാ കാര്യങ്ങളിലും ആ ഒരു ഈശ്വരാനുഗ്രഹം ലഭിക്കുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിക്കാരായ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകർക്ക് ഇപ്പോൾ ജന്മശനി കാലഘട്ടമാണ്. മീനം രാശിക്കാരെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ കൂടെ കടന്നു പോകുന്നവരാണ്. ഈ 7.5 ശനിയുടെ ദോഷം, പ്രത്യേകിച്ച് ജന്മശനിയുടെയൊക്കെ ദോഷം ജീവിതത്തിൽ അനുഭവിക്കാത്തവരുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം അവരവരുടെ ജനന ജാതകപ്രകാരം ശക്തനായ ഒരു ഗ്രഹത്തിൻ്റെ, ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് മാത്രമേ ഈ 7.5 ശനി ദോഷത്തിൽ നിന്ന് മുക്തി ലഭിക്കുകയുള്ളൂ. അല്ലാതെയുള്ള എല്ലാ ആളുകൾക്കും അത്രമേൽ ബുദ്ധിമുട്ടാണ് 7.5 ശനി നൽകുന്നത്, പ്രത്യേകിച്ച് ജന്മശനി കാലഘട്ടം. മീനം രാശിയിൽപ്പെട്ട ഒരുപാട് വ്യക്തികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും വലുതാണ് ഏകാന്തത എന്ന് പറയുന്നത്. പലതരത്തിൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരനുഭവം, അമിതമായിട്ടുള്ള മാനസിക സമ്മർദ്ദം, മനസ്സിനെ അലട്ടുന്നത്, ആശയക്കുഴപ്പത്തിലാക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ അകാരണമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നൊരു ഭയം. ഇങ്ങനെ ഭയം ഒരു മനുഷ്യനെ സംബന്ധിച്ച് പലതരത്തിൽ മുന്നോട്ടുള്ള ജീവിതത്തെ, ഭാവിയെപ്പറ്റി ആലോചിച്ചും അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും ഉണ്ടാകുന്ന അനാവശ്യമായ ഭയം ഒക്കെ ഈ ഒരു സമയത്ത് മീനം രാശിയിൽപ്പെട്ട വ്യക്തികൾക്കുണ്ടാകുന്നതാണ്. ഈ ഏകാന്തത മൂലമുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടും, അതുപോലെ കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊന്നും നമുക്ക് പ്രതീക്ഷിക്കുന്ന യാതൊരു സഹായമോ മറ്റും ഒന്നും ലഭിക്കാത്ത ഒരു അനുഭവം, അവസ്ഥ, ഒരു ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതി പലർക്കും ഈ ഒരു സമയത്തുണ്ട്. ഒരു ആശ്വസിപ്പിക്കുന്ന ഒരു വാക്ക് പറയുന്നതിന് ആരുമില്ലാത്ത ഒരവസ്ഥ, എല്ലാം ഒറ്റയ്ക്ക് പൊരുതി മുന്നോട്ട് പോകേണ്ട അനുഭവം മീനം രാശിയിൽപ്പെട്ട പല വ്യക്തികൾക്കും ഈ കാലഘട്ടത്തിൽ അനുഭവത്തിലുണ്ട്. അത്രമേൽ 7.5 ശനിയിലെ ജന്മശനി ദോഷമുണ്ട്. അനാവശ്യമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു ദേഷ്യം, അത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഒരു മനുഷ്യന് അനാവശ്യമായിട്ടുണ്ടാകുന്നൊരു ദേഷ്യം, മാനസിക ബുദ്ധിമുട്ട്, പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കടബാധ്യത, അപ്രതീക്ഷിതമായിട്ടുണ്ടായിട്ടുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ. ഓരോ മനുഷ്യനെ സംബന്ധിച്ചും വളരെ പലതരത്തിലാണ് ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടായ സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ടുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളും അനുഭവിക്കുന്നവർ ധാരാളമാണ്. ഈ ഒരു സമയം ഈ ഒരു സാമ്പത്തിക പ്രയാസങ്ങൾ മൂലമുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ, അതുമൂലമുണ്ടാകുന്നതായിട്ടുള്ള ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും ധാരാളം പേര് ഇപ്പോൾ അനുഭവിച്ച് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ശനി അത്രമേൽ ശക്തമായിട്ടാണ് മീനം രാശിക്കാർക്ക് ദോഷഫലങ്ങൾ നൽകുന്നത്. ജോലിയിൽ ഒരു സ്ഥിരതയില്ലാത്ത അവസ്ഥ അനുഭവത്തിൽ വരുന്നവരുണ്ട്. ജോലിയിൽ അപ്രതീക്ഷിതമായ മാറ്റം, അപ്രതീക്ഷിതമായ ജോലി നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ തീരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത, ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് ജോലി മാറ്റം ലഭിക്കുക, അങ്ങനെ കർമ്മസംബന്ധമായ പല പ്രശ്നങ്ങൾ, അമിതമായിട്ട് നമുക്ക് ചിന്തിക്കേണ്ട ഒരവസ്ഥ. പലരെയും സംബന്ധിച്ച് അമിതമായിട്ടുള്ളൊരു ചിന്ത, അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഒന്നിലും ഒരു സുരക്ഷിതത്വം നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ്. എന്ത് ചെയ്താലും നമുക്ക്
നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ആണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും എത്ര നല്ല രീതിയിൽ പരിശ്രമിച്ചാലും പരിശ്രമത്തിനൊത്തൊരു ഫലം ലഭിക്കുന്നില്ല എന്നുള്ളതും മീനം രാശിക്കാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ്. ഒരുപാട് അലച്ചിലുകൾ, ബുദ്ധിമുട്ടുകൾ മാത്രമാണ് പലരെയും സംബന്ധിച്ച് അവർക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്കുമൊക്കെ പലതരത്തിലുള്ള സാമ്പത്തിക നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഈ ഒരു സമയത്തുണ്ടാകാം. അമിതമായ മാനസിക സമ്മർദ്ദം, ചിന്തകൾ കാരണം താൽക്കാലികമായിട്ടാണെങ്കിലും ചിലർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ പലർക്കും അനുഭവത്തിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ചും ആർത്രൈറ്റിസ് പോലെയുള്ള പല പ്രശ്നങ്ങൾ, സന്ധിവേദന, ആരോഗ്യ പ്രശ്നങ്ങൾ, മുട്ടുവേദനയൊക്കെ, ഈ ആർത്രൈറ്റിസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ ഈ ഒരു സമയത്ത് പലർക്കും അനുഭവത്തിൽ വരുന്നതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയും വേണം. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, കുടുംബങ്ങളുമായിട്ട് അകന്നു കഴിയേണ്ട, അല്ലെങ്കിൽ സ്വന്തം ബന്ധങ്ങളുമായിട്ടോ കുടുംബത്തുള്ളവരുമായിട്ടോ ഒക്കെ ഒന്ന് അകന്നു കഴിയേണ്ട അവസ്ഥ, എത്ര നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോയാലും നമുക്ക് ലഭിക്കുന്ന ഫലം വളരെ കുറവാണ് എന്നുള്ളതും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഈ ഒരു സമയത്ത്. മീനം രാശിക്കാരെ സംബന്ധിച്ച് അവരവരുടെ സൽപ്പേര്, നല്ല പേരിന് കളങ്കം സൃഷ്ടിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവരുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങൽ നിൽക്കുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളും ഈ ഒരു ജന്മശനി കാലഘട്ടത്തിൽ ലഭിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയും കരുതലോടും കൂടി വേണം മുന്നോട്ട് പോകുവാൻ. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഞാൻ വളരെ ചുരുക്കി പറഞ്ഞ ഒന്നാണ്. ഇതൊക്കെ മീനം രാശിയിൽപ്പെട്ട പലരും, പല സ്ത്രീ പുരുഷന്മാരും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അനുഭവിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. തലയിൽ ചുമക്കാവുന്നതിലും വലിയ ഭാരം ചുമക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഈ അനുഭവിച്ച് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഒരു മാർച്ച് മാസം 7-ാം തീയതി മുതൽ മാറ്റമുണ്ടാകും. ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റമുണ്ടാകും. കുടുംബപരം, ദാമ്പത്യപരമായ പ്രശ്നങ്ങളിൽ മാറ്റമുണ്ടാകും. ആരോഗ്യപരമായിട്ട് ഒരു മുന്നേറ്റം ലഭിക്കുന്ന സമയം, സാമ്പത്തിക പ്രതിസന്ധികൾ വിട്ടുമാറും. ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മം സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക്, പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സ് ഒന്ന് തെളിയുന്ന സമയമാണ്. മനസ്സിനെ അലട്ടിയിരുന്ന പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ ഒരു സമയത്ത് പൂർണ്ണമായി നിങ്ങൾക്ക് വിട്ടുമാറുകയും, അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിലാണെങ്കിലും നിങ്ങൾക്ക് പലതരത്തിലുള്ള നല്ല മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. എല്ലാ തരത്തിലും ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത്രമേൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു രാശിക്കാരാണ് മീനം രാശിക്കാർ. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഏകാന്തതയും ഒറ്റപ്പെടലും ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കും. അവരവരുടെ ജീവിതത്തിൽ നിങ്ങൾക്കും ഒരു നല്ല മാറ്റം, അത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞ പ്രകാരം എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ആ ഒരു ഈശ്വരാനുഗ്രഹം, ആ ഒരു മാറ്റം വന്നു ചേരും. ആ ഒരു ജോലി സംബന്ധിച്ചിട്ടൊക്കെ നല്ല നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ, അതുപോലെ പണം സംബന്ധിച്ച ബുദ്ധിമുട്ട് ഒക്കെ വിട്ടുമാറും. ആരോഗ്യം ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് വരുന്ന സമയമാണ്. പരമാവധി സമയത്തെ പ്രയോജനപ്പെടുത്തുക. കൂടുതൽ കാര്യങ്ങൾ അവരവരുടെ ജീവിതത്തെപ്പറ്റി, മുന്നോട്ടുള്ള ഭാവിയെപ്പറ്റിയൊക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ അവരവർ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടി ഈ ഒരു സമയത്ത് പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമാണ്. നന്ദി.